ഹായ്, ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് അറിയാമോ? ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമുണ്ട്. ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത് കിഴിയൊക്കെ കെട്ടി ഞാൻ വെള്ളത്തിലൊക്കെ ഇടുന്നുണ്ട്. എന്താണെന്ന് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ എന്താണ് മുളപ്പിക്കാനുള്ളതാണ് തോന്നുന്നത് അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബ്രോഡ്വേ പോയായിരുന്നു, നമ്മുടെ മേത്തർ ബസാറിൽ എറണാകുളത്ത്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. നമ്മുടെ കയ്യിൽ പഴയതൊക്കെ ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറേയൊക്കെ നാശമായി പോയി, ബാക്കി കുറച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലത് എടുക്കണം. പിന്നെ ബാക്കി നമ്മുടെ LED സ്റ്റാർ നമ്മുടെ പഴയതുണ്ടായിരുന്നത് അത് 2 കൊല്ലത്തോളമായി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ അത് കത്തുന്നില്ല. അപ്പോൾ അത് ഒരെണ്ണം പുതിയത് വാങ്ങിച്ചായിരുന്നു. പിന്നെ പേപ്പറിൻ്റെ സ്റ്റാർ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് താഴെ നമ്മൾ ഇട്ടേക്കണം. അപ്പോൾ മുകളിൽ നമുക്ക് ടെറസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതൊന്ന് വെക്കണം. സീരിയൽ സെറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാർ വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള കുറേ ഡെക്കറേഷൻ ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. തങ്കക്കടലാസുകൾ പല ഷേപ്പിലും പല സൈസിലൊക്കെയുള്ള തങ്കക്കടലാസുകൾ. ഇത് നമുക്ക് ഒരു ഒറ്റ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം വെയിലും മഴയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ മങ്ങിട്ടാണ്. പിന്നെ കാണാൻ രസമാണ്, നമുക്കിങ്ങനെ എണ്ണയൊക്കെ തൂക്കിയൊക്കെ ഇടാം, നല്ല രസമാണ്. ഇവിടുത്തെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ തങ്കക്കടലാസിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇടണം. പിന്നെ ഓരോന്നായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളിൽ. ഓക്കെ, വെക്കുമ്പോഴത്തേക്കും പല പല ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു, നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അത്രക്ക് താളം പോലെ ആൾക്കാരെന്ന് പറയൂല, അതേപോലെ ആൾക്കാരായിരുന്നു. പിള്ളേരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും, ഒരു ജാതി മതം ഇതൊന്നുമില്ല. അത്രക്ക് തിരക്കെന്ന് പറഞ്ഞാൽ അത്രക്ക് തിരക്കായിരുന്നു. ആളെ മുട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഒരു തങ്കക്കടലാസിൻ്റെ തന്നെ വേറെ സ്റ്റാറിൻ്റെ ഷേപ്പ് 2 സൈഡും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് ടോങ്ങിനുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സ്റ്റാറിൻ്റെ ഷേപ്പ് ഓക്കെ. അത് നമുക്ക് ട്രീയിലോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡെക്കോറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കയ്യിൽ ഫോൺ ഇരിക്കുന്നത്, അതുകൊണ്ടിട്ടാണ് സ്റ്റാറാക്കാനായിട്ട് ഇച്ചിരി പാട് പെട്ടത് കേട്ടോ. അപ്പോൾ സ്റ്റാറ് പിന്നെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര വില കൂടിയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ പഴയത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതൊക്കെ ചീത്തയായിട്ട് മാത്രം മാറ്റിയാൽ മതിയില്ല. ബാക്കിയൊക്കെ നമുക്ക് ഇതൊക്കെ സെറ്റാണ് കേട്ടോ. അവിടെ സെറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് റേറ്റ് കുറച്ചിട്ട് കിട്ടും. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇത്രയും വാങ്ങിച്ചത്. അപ്പോൾ അല്ലാണ്ട് ഓരോ പീസൊക്കെ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പൈസ എടുക്കും അവർ. ഇത് ബ്രോഡ്വേ അത് കാരണം ആണ് നമുക്ക് ആ ഒരു റേറ്റിൽ അവർ പല പല റേറ്റ് പറയും കേട്ടോ. കാരണം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും പറയണ വില ഇരിക്കില്ല അപ്പുറത്ത് പറയുമ്പോൾ. അപ്പം നമ്മൾ ഇവിടെ ചെന്ന് വില ചോദിക്കുന്നില്ല, അപ്പുറത്ത് പറയുന്നത് അപ്പുറത്ത് ഇതിനേക്കാളും കുറവ് പൈസ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അപ്പോഴത്തേക്കും അവർ നമുക്ക് റേറ്റ് കുറച്ച് തരും. അപ്പം നമ്മൾ അങ്ങനെ വാങ്ങിച്ച് പിന്നെ അതുപോലെ ബലൂണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ബലൂൺ വാങ്ങിച്ചു. പിന്നെ ഇതൊരു സെറ്റാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല. കാരണം എല്ലാം കൂടിയുള്ള ഒരു മിക്സിങ് ആയിട്ടുള്ള ഒരു മറ്റേ ക്രിസ്മസിൻ്റെ ആ ബോർഡും പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ്ങും പിന്നെ ഡ്രംസും ബോളും എല്ലും എല്ലാം കൂടി ഒരു മിക്സിങ് ആയിട്ടുള്ള സെറ്റ്. ഇത് ടോപ്പറാണ് കേട്ടോ, ട്രീ ടോപ്പറാണ്. നമ്മൾ ട്രീ ടോപ്പർ ഒരു 4-5 കൊല്ലമായിട്ട് പഴയത് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് പൊട്ടി ആകെ ഇതായിപ്പോൾ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നേരത്തെ തന്നെ ഒരെണ്ണം വേഗം വാങ്ങിക്കണം. ഇത് ഈ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സ്നോമാനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനും ഹസ്ബൻഡും അനിയത്തിയും കൂടിയാണ് പോയത് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അനിയത്തിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ 2 സെലക്ട് ചെയ്തായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻ്റെ പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്തിട്ട് ഇപ്പോൾ പോയെന്ന് വെച്ചാൽ ഇളയത് കണ്ട് കഴിഞ്ഞാൽ ആദ്യം എടുത്തിട്ട് പോകട്ടോ. ഉറക്കമാണ് ആ സമയത്താണ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ അത് ചെറിയ ചെറിയ കുട്ടി ഡ്രംസ് പിന്നെ അതുപോലെ സ്റ്റാറ് അങ്ങനെ കുറേ സാധനങ്ങൾ അത് നമുക്ക് പറ്റുന്ന തരത്തിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അവിടെ പോയി വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നോക്കിയിട്ട് വെച്ചൊരു സാധനമാണ് ഈ ബെറിയൊക്കെ പോലെ ഇരിക്കും കണ്ടോ, ചെറിയ ബെറിയോ അങ്ങനെയൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ ഇത് ട്രീയിൽ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്.
ഒരു 2-3 വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ഇങ്ങനെ ഹോളുണ്ട്. അപ്പോൾ ട്രീയിൽ നമുക്ക് കുത്തി വെക്കാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ ട്രീ കാണാൻ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. ബ്രോഡ്വേ പോയിട്ട് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. പിന്നെ എന്തായി നിങ്ങളുടെയൊക്കെ വീട്ടിലെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയ മക്കളുടെയൊക്കെ എക്സാമൊക്കെ എന്തായി കഴിയാറായ? അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരുടെയും വീട്ടിൽ ക്രിസ്മസ് ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണേയിരിക്കും. അപ്പോൾ നമ്മളുടെയും വീട്ടിൽ ഓരോ ഇതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയും 2 വീഡിയോസും കൂടി വരാനുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം, ക്രിസ്മസ് ആഘോഷിക്കണം. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലൊക്കെ നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ നമ്മൾ ജീവിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയുക, നല്ലൊരു ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉള്ള ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു. ഇൻ അഡ്വാൻസ് ആയിട്ട് തന്നെ മേരി ക്രിസ്മസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ പാർട്ട് 2ൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ള വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുൽക്കൂടിൻ്റെ സെറ്റപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.